പിണറായി വിജയൻ തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അല്ല, ഇന്നലെ MA ബേബി പറഞ്ഞത്, പാർട്ടി കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞിട്ടും പറഞ്ഞത് പിണറായി വിജയൻ നമ്മുടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് അതെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ. അത് നമ്മുടെ SNDP ആയിരുന്നാലും NSS ആയിരുന്നാലും KPMS ആയിരുന്നാലും മുസ്ലിം ഓർഗനൈസേഷൻസ് ആയിരുന്നാലും അവരെല്ലാം കൂടെ ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. അവരുടെയും പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ SNDPക്ക് മഹത്തായ ഒരു വലിയ പാരമ്പര്യം ഉണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ മുതലുള്ള മഹത്തായ ഒരു പാരമ്പര്യം SNDPക്കുണ്ട്. NSSന് അതേപോലെ മന്നത്ത് പത്മനാഭൻ മുതലുള്ള ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ പാരമ്പര്യം ഉണ്ട്. KPMSന് അതേപോലെ തന്നെ ഉള്ള അയ്യങ്കാളി അടക്കമുള്ള സാംസ്കാരിക നേതാക്കന്മാരുടെ പാരമ്പര്യം, നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പാരമ്പര്യമുള്ള അവരുടെ പാരമ്പര്യമുണ്ട്. കേരളത്തിലെ അത്തരം സംഘടനകളൊക്കെ തന്നെ നവോത്ഥാന നായകന്മാരുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അവരുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ അവരെല്ലാം നമ്മൾ ഒരു കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അവരെയെല്ലാം വിമർശിക്കുമ്പോൾ അതിനെല്ലാം ഒരു അതിര് കടന്നു പോകുന്നത് ഒട്ടും ശരിയല്ല. ഇപ്പോൾ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക എന്നിട്ട് പറയുക ഞാൻ വർഗീയതയ്ക്കെതിരായി നിൽക്കുക എന്ന് പറയുക. ഒരു വശത്ത് ജമാഅത്ത് ഇസ്ലാമി കൂട്ടുപിടിക്കുക, മറുവശത്ത് RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ രേഖകളടക്കം നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അവസരത്തിൽ വീണ്ടും അത് സമൂഹം എങ്ങനെ വിശ്വസിക്കും? വർഗീയതയ്ക്കെതിരായിട്ടാണ് ഞാൻ നിലകൊള്ളുന്നത് സമൂഹം ഒരിക്കലും നിശ്ചയിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ SNDP, NSS, KPMS അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരെല്ലാം ഒരു ഭീഷണിപ്പെടുത്തുന്നതൊന്നും ഗുണമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നാലും അവരും ഈ സമൂഹം നമ്മുടെ കേരളത്തെ ഇങ്ങനെ ഉള്ള ഒരു കേരളമാക്കി മാറ്റുന്ന കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് അവരും വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് എയ്ഡഡ് മാനേജ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടല്ലോ. സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിൽ എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളുകളാണുള്ളത്. 14,000 സ്കൂളുകളുള്ളതിൽ നല്ലൊരു ശതമാനം നമ്പർ കൂടുതൽ എയ്ഡഡ് മാനേജ്മെൻറ്റാണ്. ഇപ്പോൾ കേരള വിദ്യാഭ്യാസ രംഗത്ത് അത്തരം മാനേജ്മെൻറ്റുകൾ നടത്തിയിട്ടുള്ള NSS ആയിരുന്നാലും SNDP ആയിരുന്നാലും അതേപോലെ തന്നെ മുസ്ലിം ഓർഗനൈസേഷൻ ആയിരുന്നാലും ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ആയിരുന്നാലും സിംഗിൾ മാനേജ്മെൻറ്റ് ആയിരുന്നാലും അവരെല്ലാം വിദ്യാഭ്യാസ രംഗമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രംഗം. ആ രംഗത്തിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള സംഭാവനകൾ ചെറിയ സംഭാവനയായിട്ട് ഗവൺമെൻറ് കാണുന്നില്ല, വലിയ സംഭാവന തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ എല്ലാ സ്കൂളുകളിലും പഠിക്കുന്ന 47 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെയും ചേർത്ത് നിർത്തിയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അതിലൊരു ചിറ്റമ്മ നയം കേരള ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത് നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളതാണ്. അതിൽ മുസ്ലിമിന് പറയുന്നില്ല. അപ്പോൾ അതൊരു വർഗീയമായ ഒരു ചേരിതിരിവിനുള്ള ശ്രമം എന്നതാണ് പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, CPIനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരിവിനെയും പിന്തുണയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങളുടെ നയം വ്യക്തമാണ്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഉറച്ച നിലപാട് ദേശീയ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും എടുക്കുകയാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തന്നെ ഇപ്പോൾ ഇവിടെ സമാപിച്ചപ്പോൾ ഇതിനെ അംഗീകരിച്ചിട്ടുള്ള പ്രമേയത്തിൽ പറയുന്നത് 4 വോട്ടിന് വേണ്ടി ഞങ്ങളുടെ നയം മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. ഒരു ഗവൺമെൻറ് ഒരു പഞ്ചായത്ത് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ കിട്ടുന്നതിന് വേണ്ടിയോ നിലവിലുള്ള ഞങ്ങളുടെ നയം മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. അപ്പോൾ അതുതന്നെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഒരു അംഗീകാരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, കഴിഞ്ഞ 5 വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലുണ്ട്. എന്ത് ചെയ്തില്ല എന്ന് പറയട്ടെ, പ്രതിപക്ഷം പറയട്ടെ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോട് താല്പര്യമുള്ളവർ പറയട്ടെ, എന്ത് നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു മന്ത്രിമാരുടെ പേരിൽ എന്തെങ്കിലും 1 രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതെല്ലാം ഉള്ളത് കൊണ്ടാണ് അഭിമാനത്തോടെ പറയുന്നത്, 110 സീറ്റ് നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. ഞങ്ങളിന് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തർക്കമില്ല, അതിനുവേണ്ടിയുള്ള പോരും ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും CPMലും ഇല്ല. പിണറായി വിജയൻ തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അല്ല, ഇന്നലെ MA ബേബി പറഞ്ഞത്, പാർട്ടി കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞിട്ടും പറഞ്ഞത്
പിണറായി വിജയൻ നമ്മുടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് അല്ലാതെ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ.